നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇന്നലെ ഈ രാജ്യം മുഴുവൻ വലിയ ആഹ്ലാദത്തോടു കൂടി കേട്ട ഒരു വാർത്തയുണ്ട്. പക്ഷേ ഇന്ന് ആ വാർത്ത ദുഃഖവാർത്തയായി മാറിയിരിക്കുന്നു. വിജേഷ് ഫോഗട്ട് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഗുസ്തി താരം, അവർ ചരിത്രം കുറിച്ചിരിക്കുകയായിരുന്നു ഇന്നലെ. ഫോഗട്ട് ഇന്നലെ ഒളിമ്പിക്സിൽ ആദ്യമായി ഫൈനലിലെത്തുന്ന ഇന്ത്യൻ ഗുസ്തി താരമായി മാറുകയായിരുന്നു. പക്ഷേ ഇന്ന് ഫൈനൽ കളിക്കേണ്ട ദിവസം അവർ അയോഗ്യയായി മാറിയിരിക്കുന്നു. അവർക്ക് 100 ഗ്രാം ഭാരം അധികമായിരിക്കുന്നു. അതുകൊണ്ട് മത്സരിക്കാൻ യോഗ്യയല്ല, മാത്രമല്ല മെഡൽ നേടാൻ അർഹയല്ല എന്നുകൂടി ഒളിമ്പിക് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ അവർ പൂർണ്ണമായും ഈ മത്സരത്തിൽ നിന്ന് തടയപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആർക്കും കൃത്യമായി ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ഒളിമ്പിക്സ് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗെയിമിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പരിശീലകനുണ്ട്, സപ്പോർട്ട് സ്റ്റാഫുണ്ട്, ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട്, എല്ലാവരും കൂടെ ഉണ്ടായിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നിഷാന്ത്, ഇത് നമ്മളെല്ലാം വല്ലാതെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പ്രത്യേകിച്ചും വിനേഷ് ഫോഗട്ടിനെ പോലുള്ള ഒരാൾ, ഒരു പശ്ചാത്തലമുണ്ട്, അവർക്ക് രാഷ്ട്രീയമായൊരു പശ്ചാത്തലമുണ്ട്, അവർ നടത്തിയ സമരത്തിൻ്റെ കഥകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത്തരമൊരു ഘട്ടത്തിൽ ഇവരുടെ വിജയം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്നത്. എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അല്ല, സംഭവിച്ചത് എന്താണെന്ന് സംബന്ധിച്ച് നമുക്ക് ഒളിമ്പിക് അസോസിയേഷൻ്റെയും ഒപ്പം ഒളിമ്പിക്സിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വിശദീകരണം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാവരും പ്രതീക്ഷിച്ച ഒന്നാണ്, ഫൈനലിലേക്ക് വരുന്ന ആദ്യ ഇന്ത്യക്കാരി, അവർ മെഡലുമായി വരുമെന്നും അത് രാജ്യത്തിനാകെ അഭിമാനമാകുമെന്നും നമ്മൾ ഇന്നലെ വിചാരിച്ചുവെങ്കിൽ ഇന്ന് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഏറ്റവും വേദനാജനകമായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ വേദന ഒരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംശയത്തിനോ വഴിമാറുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ പ്രസക്തമായ കാര്യം. അതാണ് നൗഫൽ നേരത്തെ പറഞ്ഞ പോലെ വിനേഷ് ഫോഗട്ടിൻ്റെ അവരുടെ കായിക കരിയറിന് രാഷ്ട്രീയ ബന്ധിയായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലമുണ്ട്. അവർ ഭരണകൂടവുമായി നിരന്തരമായി കലഹിച്ചുകൊണ്ടിരുന്ന ആളാണ്. മുൻ ഒളിമ്പിക് ഫെഡറേഷൻ്റെ ചീഫായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായിട്ട് ദീർഘദിവസങ്ങൾ സമരം നടത്തുകയും അത് ലോക ശ്രദ്ധയിൽ വരികയും ഭരണകൂടം അവർക്കെതിരെ തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോഴാണ് വിനേഷ് ഫോഗട്ട് ഇന്നലെ ഇപ്പോൾ അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അവരെ നടുറോഡിലിട്ട് ചവിട്ടിക്കൂട്ടിയ ഭരണകൂടത്തിനുള്ള മധുര പ്രതികാരം എന്ന മട്ടിലാണ് രാജ്യത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും അതിനെ ആഘോഷിച്ചതെന്ന് ഓർക്കണം. കേവലമായൊരു ഇന്ത്യക്കാരുടെ ഫൈനൽ പ്രവേശനം എന്നതിനേക്കാൾ അപ്പുറം ന്യായമായ ആവശ്യങ്ങളുമായി സമരം ചെയ്ത രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന ഒരു വനിതയെ നിങ്ങൾ അപമാനിച്ചെങ്കിൽ അവരിതാ മെഡൽ നേട്ടം കൊണ്ട് മറുപടി പറയുന്നു എന്ന മട്ടിലാണ് രാജ്യമൊട്ടാകെ അതിനെ സെലിബ്രേറ്റ് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോഴാണ് അവിചാരിതമായി അവർ ഇങ്ങനെ ഒരു 100 ഗ്രാം കൂടുതലാണ് ഭാരം എന്ന പേരിൽ പുറത്താവുന്നത്. അത് വലിയ സംശയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. ആരാണ് വിനേഷ് ഫോഗട്ട് വിജയിക്കാൻ പാടില്ല, വിനേഷ് ഫോഗട്ട് മെഡലുമായി വരാൻ പാടില്ല, ആ മെഡലുമായി വരുന്നതിന് രാഷ്ട്രീയമായ മറുപടിയുടെ രൂപം പോലും ഉണ്ടാവും എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവുമോ? ഉണ്ടെങ്കിൽ അവർ ആരാണ്? ആ സംശയങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കണ്ടെടുക്കാൻ പറ്റും. വിനേഷ് ഫോഗട്ട് തന്നെ കുറേ നാളുകൾക്ക് മുമ്പ് ഒളിമ്പിക്സിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ട്വീറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒളിമ്പിക് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് പിന്തുണ കിട്ടുന്നില്ല, ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല, എന്നെ ചവിട്ടാനുള്ള ശ്രമം നടക്കുന്നു, എല്ലായിടത്തും എൻ്റെ കൂടെയുള്ള ആളുകളിലടക്കം ബ്രിജ്ഭൂഷൻ്റെ മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ബ്രിജ്ഭൂഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവർ എന്നെ വീഴ്ത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 53 കിലോഗ്രാമിൽ മത്സരിച്ചുകൊണ്ടിരുന്ന ആളാണ് വിനേഷ് ഫോഗട്ട്. അവർക്ക് 53 കിലോഗ്രാമിൽ മത്സരിക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് പോലും അവർ സംശയം ഉന്നയിക്കുന്നുണ്ട്. അവർക്കതിനുള്ള വഴി ഒരുക്കുന്നതിൽ വേറെ ചില താല്പര്യങ്ങൾ പ്രവർത്തിച്ചു എന്നാണ്. ഫൈനലി 50 കിലോയിൽ മത്സരിക്കാൻ അവർ നിർബന്ധിതയാവുന്നു. 59 കിലോ ഉണ്ടായിരുന്നു അവർക്ക്. 59 കിലോ അവർ കുറയ്ക്കുന്നത് ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അപകടകരമായ മാർഗ്ഗത്തിലൂടെയാണ്. കാരണം അവർക്ക് മത്സരിച്ചേ പറ്റൂ. അവർ പറയുന്നുണ്ട്, വീട്ടിലിരുന്ന് ടെലിവിഷൻ സെറ്റിലൂടെ ഒളിമ്പിക്സ് കാണുന്നത് എന്നെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയില്ല, മരിക്കുന്നതാണ് എനിക്ക് അതിലും നല്ലത്. അതുകൊണ്ട് ഞാൻ മാക്സിമം പണിയെടുത്ത് അവർ 50 കിലോയിൽ എത്തി നിൽക്കുകയാണ്. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, കൂടുകയും കുറയുകയും ചെയ്യാവുന്ന ഒന്ന്. അപ്പോൾ ഒന്നാമതൊക്കെ നമ്മൾ കാണേണ്ട കാര്യം, ഭരണകൂടവുമായി കലഹിച്ച ഒരാൾ, അവരുടെ സമരകാലത്ത് അവർ ഡൽഹിയിലെ തെരുവിൽ കിടന്ന് സമരം ചെയ്തപ്പോൾ, തല്ലുകൊണ്ടപ്പോൾ, പോലീസ് അവരുടെ സമരപ്പന്തൽ പൊളിച്ചു നീക്കി അവരെ വലിച്ചഴച്ചപ്പോൾ, അവരുടെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാൻ വേണ്ടി പോയപ്പോഴൊന്നും സംസാരിക്കാത്ത ഭരണകൂടം, ഈ രാജ്യത്തെ വനിതകൾക്കെതിരാണ് ഈ ഭരണകൂടമെന്ന് സാധാരണക്കാരനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു സമരം, ആ സമരത്തിലെ പ്രധാനിയായ ഒരാളാണ് ഫൈനലിലെത്തുന്നത് എന്ന് ഓർക്കണം. അവർക്ക് ഭരണകൂടത്തോട് പ്രശ്നമുണ്ട്.
അവർക്ക് ഒളിമ്പിക് അസോസിയേഷനോട് പ്രശ്നമുണ്ട്. ഒളിമ്പിക് അസോസിയേഷൻ തന്നോട് ആത്മാർത്ഥമായി സഹകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നം നേരത്തെ ഉന്നയിച്ച ഒരാളാണ്. അങ്ങനെ ഒരാൾ അസാധാരണമായി പിൻവാങ്ങുക, ഇങ്ങനെ പരാജയപ്പെടുകയാണ്. ഇന്നിപ്പോൾ പല ആളുകളും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഭാരം തെളിയിക്കാൻ പറ്റാത്ത പ്രശ്നം വരുന്നു. ഇപ്പോൾ ഒളിമ്പിക് അസോസിയേഷന് ഒരു എന്താ പറയുന്നത് കൃത്യം ഭാരമാണ്. അതിന് മുകളിലേക്ക് ഒരു ഗ്രാം പോലും ഭാരം വർധനമെന്ന് അവർ സമ്മതിക്കില്ല. അതാണ് നിയമം. അത് അപ്പീൽ ചെയ്യാൻ ഒരു വഴിയില്ല. നമ്മളിപ്പോൾ അപ്പീൽ ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്നു, അപ്പീൽ ചെയ്യാൻ ലീഗലി ഒരു റോളുമില്ല. അപ്പോൾ അങ്ങനെ 100 ഗ്രാം ഇപ്പോൾ ഭാരപരിശോധനയ്ക്ക് പോകുമ്പോൾ കൂടുതലാണ്. 15 മിനിറ്റ് മാത്രമാണ് ഭാരം തെളിയിക്കാനുള്ള അവസാനത്തെ അവസരം. കൂടുതലാണെങ്കിൽ ആ ഭാരപരിശോധനയ്ക്ക് നിൽക്കാതെ എന്തുകൊണ്ട് അവർക്ക് പരിക്ക് അറിയിച്ചുകൊണ്ട് വിഡ്രോ ചെയ്ത് വെള്ളി മെഡൽ ഉറപ്പാക്കിക്കൂടാ? അവർ എന്തുകൊണ്ട് സ്മാർട്ടായിട്ട് ആ കാര്യങ്ങൾ മൂവ് ചെയ്തില്ല? അതിൽ നമ്മുടെ ഒളിമ്പിക് അസോസിയേഷന് നമ്മുടെ കായിക രംഗത്തെ ആളുകളൊന്നും ഇടപെട്ടില്ല. അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്തുകൊണ്ട് അതിനകത്ത് എന്താ പറയുന്നത് സ്മാർട്ടായി ആക്ട് ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരു വശത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അവർക്ക് വെള്ളി മെഡൽ ഉറപ്പാക്കാൻ പറ്റും. പക്ഷേ അതുപോലും ഇല്ലാതെ അവരിന്നിപ്പോൾ ഈ റാങ്ക് പട്ടികയിൽ ഏറ്റവും അവസാനക്കാരിയായി പുറത്തു പോവുകയാണ്. അപ്പോൾ ഈ വെയിറ്റ് കീപ്പ് ചെയ്യുന്നതിൽ 100 ഗ്രാം വെയിറ്റ് കൂടിപ്പോയി ഫൈനൽ മത്സരത്തിൽ നിന്ന് ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട കായിക താരം ഒളിമ്പിക്സ് പോലുള്ള പ്രധാനപ്പെട്ട ഗെയിമിൽ നിന്ന് പുറത്തു പോകുന്നത് ഒരു സില്ലി സംഗതിയല്ല. അതപ്പോൾ അവരുടെ വെയിറ്റ് എങ്ങനെയായിരിക്കണം? ഒരു ദിവസം മാക്സിമം എത്ര വെയിറ്റ് കൂടി? ഇപ്പോൾ അവർക്ക് 2 കിലോ വെയിറ്റ് കൂടി. അതിൽ നിന്ന് 1900 അവർ കുറച്ചു. ഒരു 100 ഗ്രാം കൂടെ കുറയ്ക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അവർ പരാജയപ്പെട്ടു പോയതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് പല വെബ്സൈറ്റുകളിലും പോയി അങ്ങനത്തെ വാർത്തകൾ വായിക്കാൻ പറ്റും. 2 കിലോഗ്രാം ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് കുറയും. തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും ഭാരപരിശോധന നടത്തിയാണെന്ന് ഓർക്കണം. പെട്ടെന്ന് ഒറ്റയടിക്ക് 2 കിലോ കൂടുക, എന്നിട്ട് ഒരു രാത്രി മുഴുവൻ പ്രയത്നിച്ച് 1900 ഗ്രാം കുറയ്ക്കുക, എന്നിട്ട് 100 ഗ്രാം മാത്രം മിച്ചം വരിക. വിശ്വസിക്കാൻ പ്രയാസമുള്ള, വിഴുങ്ങാൻ പ്രയാസമുള്ള കഥകളാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനമാവേണ്ട, ഇന്ത്യയുടെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന, സ്വർണ്ണ മെഡൽ സാധ്യതയുള്ള ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തി ഫൈനലിൽ വന്ന ഒരാൾ, ലോകത്ത് ഒരാളോടും തോക്കാത്ത, ഒരു അന്താരാഷ്ട്ര മത്സരങ്ങളിലും തോക്കാത്ത ജപ്പാൻ്റെ താരത്തെ തോൽപ്പിച്ചുകൊണ്ടുകൂടിയാണ് അവർ ഫൈനലിൽ വരുന്നത്. അങ്ങനെ ഒരാൾക്ക് നമ്മൾ എന്ത് അറ്റൻഷൻ കൊടുത്തത്? അവരുടെ വെയിറ്റ് കീപ്പ് ചെയ്യുന്ന കാര്യം, മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു മെക്കാനിസവും സിസ്റ്റവും ഇല്ലേ? അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ശരിയാവണ്ണമുള്ള അസിസ്റ്റൻസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾ അവിടെയുണ്ട്. ആ ചോദ്യങ്ങളുള്ളപ്പോൾ തന്നെ അങ്ങനെയെങ്കിൽ അസാധാരണമായ ഈ സംഗതികൾക്ക് പിന്നിൽ അസാധാരണമായ താല്പര്യങ്ങൾ പ്രകടമായിട്ടുണ്ടോ എന്ന് ജനം സംശയിക്കുക സ്വാഭാവികമാണ്. ആ സംശയം അവിടെ ബാക്കി നിൽക്കുന്നു. അജിംസ്, ഈ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ? കാരണം ഇന്ന് കായിക മന്ത്രി പാർലമെൻറ്റിൽ നടത്തിയ പ്രത്യേക പ്രസ്താവനയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അവർക്ക് യൂറോപ്പിൽ പരിശീലനത്തിന് വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കി, അവർക്ക് പെട്ടെന്ന് വിസ റെഡിയാക്കി കൊടുത്തു, ഇത്ര ലക്ഷം രൂപ അവർക്ക് വേണ്ടി ചെലവഴിച്ചു, പ്രത്യേക പരിശീലകനെ കൂടെ കൊണ്ടുപോകാൻ അനുവദിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒളിമ്പിക് മെഡൽ ലക്ഷ്യവുമായുള്ള ആ ഒരു പദ്ധതിയിൽ ഇവരെയും പങ്കാളിയാക്കി അങ്ങനെയെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് കായിക മന്ത്രി ഇന്ന് പാർലമെൻറ്റിൽ പ്രസ്താവിക്കുന്നത്. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും മെഡൽ മേടിച്ചില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ടോൺ. ഞാൻ മൻസുഖ് മാണ്ഡവ്യ എഴുതി വായിച്ചൊരു റിപ്ലൈ ആയിരുന്നു അത്. ഞാൻ കണ്ടായിരുന്നത് പാർലമെൻറ്റിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ എഴുതി വായിക്കുന്ന റിപ്ലൈക്കുള്ള ഗുണം എന്ന് വെച്ചാൽ അതിൽ ഇമോഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ എഴുതി വായിക്കാതെ പ്രതികരിച്ച ചിലരുണ്ട്. ഇപ്പോൾ BJP നേതാവ് മുൻ MP ഹേമമാലിനി PTAയോട് സംസാരിക്കുകയാണ്. അപ്പോൾ PTA ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സ്ത്രീയാണല്ലോ, ഒരു വനിതാ കായിക താരത്തിന് ഇങ്ങനെ മെഡൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണ് ഈ ന്യൂസ് ഏജൻസി. ആ ത്രൂ ഔട്ട് അവർ പ്രതികരിക്കുന്നത് മുഴുവൻ അവർ സ്മൈൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം സ്മൈൽ ചെയ്യുന്നു. കലാകാരന്മാരും കായിക താരങ്ങളും ഒക്കെ ഇങ്ങനെ വെയിറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ വളരെ സൂക്ഷിക്കണം. 100 ഗ്രാം ആണെങ്കിലും പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ വെള്ളി മെഡൽ കിട്ടുമോയെന്ന് നോക്കാം, അതും കിട്ടില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവർ പോവാണ്. ആ ആറ്റിറ്റ്യൂഡ് എന്താ പറയുന്നത്? ഇനി അത് പോട്ടെ, നമ്മളൊന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക. വിനേഷ് ഫോഗട്ടിനെ ഇന്നലെ മുതൽ റൈറ്റ് വിങ്ങേഴ്സ് അറ്റാക്ക് ചെയ്യുകയാണ്. അതായത് പച്ചത്തേറി വിളിച്ചുകൊണ്ട്, ഇപ്പോൾ ഇന്ന് തന്നെ പച്ചത്തേറി വിളിച്ചുകൊണ്ടാണ് അവരെ റൈറ്റ് വിങ്ങേഴ്സ് സ്വീകരിക്കുന്നത്, ഈ അയോഗ്യത വാർത്ത വന്നതിന് ശേഷം പോലും. അപ്പോൾ അതിനർത്ഥം ഇന്ത്യയിലെ സംഘപരിവാറിന് അവരെ ഇഷ്ടമല്ല. അതിൻ്റെ കാരണം എന്താണ്? അവർ മോദിക്കെതിരെ സമരം ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. അതവിടെ നിൽക്കട്ടെ. ഈ സംഭവം തന്നെ നോക്കുക. ഈ 100 ഗ്രാം വെയിറ്റ്, 100 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ആപ്പിളിൻ്റെ ഭാരമാണ്. ഈ മൊബൈൽ ഫോണിനേക്കാൾ വെയിറ്റ് കുറഞ്ഞൊരു കാര്യമാണ് 100 ഗ്രാം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൽ 100 ഗ്രാം വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ അത് കുറയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു ടീം എങ്ങനെയാണ് ജയിക്കുക, ഒളിമ്പിക്സ് ജയിക്കുക? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൽ ഔദ്യോഗിക വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇന്ന് PT ഉഷയും അതിൽ ഇന്ത്യൻ ടീമിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വിനേഷ് ഫോഗട്ടിൻ്റെ ന്യൂട്രീഷനിസ്റ്റും ആയ ഡോക്ടറുണ്ട്, ഡോക്ടർ ജിൻഷാ പാർഡിവാല. ഇവർ രണ്ടുപേരുടെയും സംയുക്തമായിട്ട് പാരീസിൽ നിന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പുറത്തുവിട്ടതാണത്. അപ്പോൾ PT ഉഷ പറയുന്നത് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, ഞങ്ങൾ അപ്പീൽ നോക്കുന്നുണ്ട്. അതും എന്തോ എഴുതി വായിക്കുന്ന പോലെ കാണാപ്പാടം പഠിച്ച് പറയും പോലെയാണ് PT ഉഷ പറയുന്നത്. ഓക്കെ, ഞങ്ങൾ പരമാവധി ട്രൈ ചെയ്തു, ദൗർഭാഗ്യരായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത്,
ഈ ഡോക്ടർ ജിൻഷാ പാർഡിവാല അവരുടെ ന്യൂട്രീഷനിസ്റ്റ് യഥാർത്ഥത്തിൽ ഈ വെയിറ്റ് കീപ്പ് ചെയ്യേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അയാളുടെ ഉത്തരവാദിത്തം, അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് വിനേഷ് ഫോഗട്ടിൻ്റെ പോലും ഉത്തരവാദിത്തമല്ല. കാരണം വിനേഷ് ഫോഗട്ടിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇവർ കൊടുക്കുന്നതാണ്. ഇവർ കൊടുക്കുന്നേ കഴിക്കാൻ പറ്റൂ. അപ്പോൾ ഇദ്ദേഹം പറയാണ് ചില സമയങ്ങളിൽ ഈ എന്താണ് ഇത് ഓരോ ബൗട്ടിൻ്റെ സമയത്ത് തൂക്കി നോക്കുമല്ലോ, തൂക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ദിവസം എന്താണ് മത്സരം കഴിഞ്ഞ് വന്നതിന് ശേഷം വെയിറ്റ് റീഗെയിൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. എത്ര വെയിറ്റ് റീഗെയിൻ ചെയ്തെന്ന് പറയുന്നില്ല, 2 കിലോയാണ്. അതൊക്കെ ഇങ്ങനെ പറയുന്ന ഊഹാപോഹങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തിരുന്നു. വെള്ളം കുടിച്ചതിന് ശേഷം വെയിറ്റ് റീഗെയിൻ ചെയ്തു. പിന്നെയാണ് ഞങ്ങൾ തൂക്കി നോക്കുമ്പോഴാണ് വെയിറ്റ് കൂടിയത് അറിയുന്നത്. പിന്നെ രാത്രി മുഴുവൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, മുടി മുറിച്ചു, ഡ്രസ്സിൻ്റെ വെയിറ്റ് കുറച്ചു, എന്നിട്ടൊന്നും നടന്നില്ല, 100 ഗ്രാം കൂടുതലായിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം കുടിച്ചാൽ എങ്ങനെയാണ്? ഇപ്പോൾ പല സോഴ്സിൽ നിന്നും പല വിവരങ്ങളാണ് കിട്ടുന്നത്. 2 കിലോ കൂടുതലുണ്ടായിരുന്നു, ഒറ്റ ദിവസം ഉണ്ടായിരുന്നാലും 2 കിലോ കൂടില്ല. എന്ത് കഴിച്ചാലും 2 കിലോ വെയിറ്റ് കൂടില്ല. വേറൊരു സോഴ്സിൽ നിന്ന് വിവരം അനുസരിച്ച് ഇവർ ആദ്യം തൂക്കി നോക്കുമ്പോൾ 400 ഗ്രാം ആണ് കൂടിയത്, അതായത് 1/2 കിലോയ്ക്ക് തൊട്ട് താഴെ. പിന്നെ തൂക്കുമ്പോൾ അത് എന്താണ് 230 ഗ്രാം എന്തോ, പിന്നെ തൂക്കുമ്പോൾ 100 ഗ്രാം അങ്ങനെയാണ് കൂടുതലെന്നാണ് പറയുന്നത്. ഈ 100 ഗ്രാം 200 ഗ്രാം എന്നൊക്കെ പറയുന്ന ഒരാളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ അധികം പാടൊന്നുമില്ല, വലിയ പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ വെള്ളം കുടിച്ചതിന് ശേഷം ഈ റീബൗണ്ട് ചെയ്ത് ആൾക്ക് വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം അതിൽ തന്നെ പറയുന്നില്ല, രാത്രി ഒരുപാട് ശ്രമിച്ചു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. ഈ വെള്ളം കുടിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇത് നേരത്തെ തന്നെ ഇവർക്ക് അറിവുള്ളൊരു കാര്യമായിരുന്നല്ലോ, ഒരുപാട് വെയിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അല്ല, വെയിറ്റ് ഞാൻ പറയട്ടെ, ഇന്നലെയാണല്ലോ സെമിഫൈനൽ നടന്നത്. ഇന്നലെ സെമിഫൈനൽ കളിക്കുമ്പോൾ അവർക്ക് വെയിറ്റ് ഇല്ലല്ലോ. സെമിഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഉള്ള മണിക്കൂറുകളിൽ അവർക്ക് 1/2 കിലോയോ 1 കിലോയോ വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? കുറയ്ക്കാനാവാത്ത വിധം എങ്ങനെയാണ് കൂടുക? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കൂടാതെ നോക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ന്യൂട്രീഷനിസ്റ്റിൻ്റെ ചുമതലയാണ്. ഓക്കെ, നമ്മുടെ ഈ ടീമിൽ വിനേഷ് ഫോഗട്ടിൻ്റെ ന്യൂട്രീഷനിസ്റ്റ് ആരാണ്? ഡോക്ടർ എന്ത് പാർഡിവാലയാണ്? ജിൻഷാ പാർഡിവാലയാണ്. ഇയാൾ ആരാണെന്ന് ഒന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ കോകിലാബെൻ ധീരുഭായ് അംബാനി ഹോസ്പിറ്റൽ, അതായത് റിലയൻസിൻ്റെ ഹോസ്പിറ്റലിൽ ഓർത്തോപീഡിക് സർജനാണ് അദ്ദേഹം. സ്പോർട്സ് മെഡിസിനിൽ ഓർത്തോപീഡിക് സർജനാണ്. അയാളാണ് ന്യൂട്രീഷനിസ്റ്റായിട്ട് വിനേഷ് ഫോഗട്ടിൻ്റെ ഒപ്പം പോയിട്ടുള്ളത്. ഇതിനെന്തെന്നാണ് പറയുക? ഇതിനാണ് ഇൻകംപിറ്റൻസി എന്ന് പറയുന്നത്, ഭരണകൂടത്തിൻ്റെ ഇൻകംപിറ്റൻസി എന്ന് പറയുന്നത്. ഓർത്തോപീഡിക് സർജനെ എങ്ങനെയാണ് നമ്മൾ ന്യൂട്രീഷനായിട്ട് വിടുക? എനിക്കത് മനസ്സിലാവുന്നില്ല. അയാൾക്ക് അതിനെപ്പറ്റി അറിയില്ല, എങ്ങനെയാണ് വെയിറ്റ് കൂടുന്നതെന്ന് അറിയില്ല, വെയിറ്റ് കുറയുന്നത് അയാളുടെ ഡൊമൈൻ അല്ല അത്. അയാളുടെ എല്ലാം ഒടിഞ്ഞാൽ ചിലപ്പോൾ ഉളുക്ക് മാറ്റുമായിരിക്കും, ചതവ് മാറ്റുമായിരിക്കും. അതിനപ്പുറം അയാൾക്ക് ഈ ന്യൂട്രീഷനിസ്റ്റ് എന്ന പണി അറിയില്ല. അങ്ങനെ പണി അറിയാത്ത ഒരാളെയാണ് വിനേഷ് ഫോഗട്ടിനെ ന്യൂട്രീഷനിസ്റ്റായിട്ട് വിട്ടിട്ടുള്ളത്. അയാളാണ് ഇന്ന് പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ ജിൻഷാ പാർഡിവാല, എന്തുകൊണ്ട് കോകിലാബെൻ ആ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ, നിതാംബാനി IOC മെമ്പറാണ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മെമ്പറാണ് നിതാംബാനിയുടെ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടറെ വിളിച്ച് ന്യൂട്രീഷനിസ്റ്റായിട്ട് കൊണ്ടുപോയിരിക്കുന്നു. ഇതിന് ആരാണ് മറുപടി പറയേണ്ടത്? ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണല്ലോ. 100 ഗ്രാം വെയിറ്റിൻ്റെ പേരിൽ ഒരു രാജ്യത്തിൻ്റെ അഭിമാനമായി മാറേണ്ട ഒരു കായിക താരം ഡ്രോപ്പ് ആവുന്നു, ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സർക്കാർ മറുപടി പറയേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഓർത്തോപീഡിക് സർജനെ ന്യൂട്രീഷനിസ്റ്റായിട്ട് അയച്ചത് എന്നുള്ളതിനെക്കുറിച്ച് മൻസുഖ് മാണ്ഡവ്യ മറുപടി പറയണം. ആ മറുപടി ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അതുണ്ടാവില്ല. ഇനി മറ്റൊരു കാര്യം, ഇതിൽ ഏറ്റവും ദുരൂഹമായി തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞൊരു 20 വർഷത്തിനിടെ, കഴിഞ്ഞൊരു 20 വർഷം എന്ന് പറയുമ്പോൾ 2004 തൊട്ടുള്ള ഒളിമ്പിക്സ് എടുത്ത് നോക്കുക. 4ാമത്തെ ഒളിമ്പിക്സാണിത്. ഇങ്ങനൊരു സംഭവം നൗഫൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നൗഫൽ ഏതെങ്കിലും വാർത്ത അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. കഴിഞ്ഞൊരു 4 ഒളിമ്പിക്സിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടായതായിട്ടുള്ള ഒളിമ്പിക്സ് റെക്കോർഡുകൾ എന്ന് പറയുന്നത് 82, 90 ഗ്രീസ് ഒളിമ്പിക്സ്, അതുപോലെ 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ഇങ്ങനെ ഒരു ക്ലെയിം വന്നിരുന്നു എന്ന് പറയുന്നു. അല്ല, ഇപ്പോൾ BJPയിലുള്ള വിജേന്ദ്ര സിംഗ് തന്നെ കാര്യം പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടുകേൾവിയില്ല. അത് കേട്ടുകേൾവി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ നിയമമില്ലാത്തതുകൊണ്ടല്ല. ഇത് നിയമമില്ലാത്തതുകൊണ്ടല്ല അത് കേട്ടുകേൾവില്ലാത്തത്. നിയമം അവിടെയുണ്ട്. ഈ നിയമം ഉള്ളപ്പോൾ തന്നെ എല്ലാ ടീമുകളും, അതിപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ടീമുകളാണെങ്കിലും അത് നോക്കാനുള്ള കൃത്യമായ സംവിധാനം ഉണ്ടാവും. എല്ല് രോഗ വിദഗ്ധനും ന്യൂട്രീഷനിസ്റ്റായിട്ട് ഒരു ടീമിൻ്റെ ഒപ്പം അയക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്താ പറയുക? അത് നെഗ്ലിജൻസ് അല്ല, അത് ബോധപൂർവമായ നെഗ്ലിജൻസാണ്. അതങ്ങനെ സംഭവിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, വിനേഷ് ഫോഗട്ടിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ആളുകൾക്ക് രാജ്യത്തോടല്ല സ്നേഹം. വിനേഷ് ഫോഗട്ടിനെ തോൽപ്പിക്കാൻ അവർ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ രാജ്യസ്നേഹികളല്ല. അവർ അങ്ങനെ പറയുന്നവർ ഒരിക്കലും രാജ്യസ്നേഹികളായിട്ടില്ല. അവർ സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യസ്നേഹികളായിരുന്നില്ല, അതിന് സ്വതന്ത്ര ഇന്ത്യയിൽ രാജ്യസ്നേഹികളായിരുന്നില്ല. വിനേഷ് ഫോഗട്ട് ഒരു മെഡൽ വാങ്ങരുത് എന്നാരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്. അവരെ എക്സ്പോസ് ചെയ്യപ്പെടണം, അത് അന്വേഷിക്കപ്പെടണം. ഞാൻ വിചാരിക്കുന്ന പ്രതിപക്ഷം പാർലമെൻറ്റിൽ വരും ദിവസങ്ങളിലും
ഈ വിഷയം ഉന്നയിച്ച് പ്രക്ഷോഭം നടന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, ഏതായാലും അതിനൊരു ഉത്തരം കിട്ടേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെയൊരു പതനം നമ്മളാരും ആഗ്രഹിച്ചിട്ടില്ല. അത് അങ്ങനെ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഉത്തരം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.